ലുങ്കി അങ്കിടി കഴിഞ്ഞ ലോകകപ്പിൽ എന്ത് ചെയ്തു നമുക്കറിയാം. അത് മാത്രമല്ല മുകേഷ് നന്നായിട്ട് പന്തെറിയുന്ന ഒരു ബോളാണ്. ഒരുപാട് കാരണം ഈ ലോകകപ്പ് തന്നെ ഏറ്റവും കുറഞ്ഞ എക്കണോമിയിൽ പന്തെറിഞ്ഞ ബോളേഴ്സിൽ ഒരാൾ ഈ IPL ബോളേഴ്സിൽ ഒരാളാണ് മുകേഷ്. ഓരോ ഓവറിലെങ്ങാണ്ട് നന്നായി അടി കൊടുത്തത്. ഓവറുകളിലൊക്കെ നന്നായി പിടിച്ചത് നടരാജന് മാത്രമാണ് അടി കിട്ടിയത്. ബാക്കിയെല്ലാം നടരാജൻ പോലും നല്ല ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്, അദ്ദേഹത്തിന് നമുക്കറിയാം. അപ്പോൾ അത്രയും ആക്കിബ് നബി 2 ഓവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് ആഭ്യന്തര ക്രിക്കറ്റിലെ പിന്നെ മിന്നും താരമായ അദ്ദേഹത്തിന് പോലും 2 ഓവർ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കുൽദീപിനും അത്രയും ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ബോളിംഗ് ഓപ്ഷനുള്ള സമയത്ത് ലാസ്റ്റ് ഓവറിൽ അവരെ അടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. ആയുഷ് മാത്രേ പക്ഷേ അദ്ദേഹത്തെ റിട്ടയർഡ് ഔട്ടാക്കിയതും വലിയൊരു തെറ്റില്ലാത്തൊരു തീരുമാനമാണ്. കാരണം അദ്ദേഹം 50 എടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ 9 പന്തിൽ അദ്ദേഹം 8 റൺസ് മാത്രമാണ്. 26 പന്തിലെടുത്തു, അതിനുശേഷമുള്ള 27 പന്തിലെടുത്തു, അതിനുശേഷം 9 പന്തിൽ അദ്ദേഹത്തിന് 8 റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡവാൽ ബ്രവിസ് ഇനി കളിക്കാനുണ്ട്, സർഫറാസ് കളിക്കാനുണ്ട്, പിന്നെ ശിവൻ ദൂബെ. അപ്പം 3 വലിയ ഹിറ്റേഴ്സ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല സഞ്ജു ആണെങ്കിലും ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സഞ്ജുവിൻ്റെ ഇന്നലത്തെ ബാറ്റിംഗ് എന്നുള്ളത്, സഞ്ജു പലപ്പോഴും ലെഗ് സൈഡിൽ നന്നായിട്ട് ആക്രമിച്ച് കളിക്കുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഓഫ് സൈഡിലാണ്. അദ്ദേഹം ഫസ്റ്റ് അക്സർ പട്ടേലിൻ്റെ ഓവറിലെ 2 ബൗണ്ടറികൾ ലെഗ് സൈഡിലേക്ക് മാറുന്ന, ഓഫ് സൈഡിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു സഞ്ജുവിനെയാണ് നമ്മളിപ്പം സഞ്ജു ഇന്നലെ തീരുമാനിച്ചുറപ്പിച്ച പോലത്തെ ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇന്ന് ഞാൻ ഔട്ടാവില്ല, ഇന്ന് ഞാനായിരിക്കും കീ പ്ലെയർ, ഈ IPL ആദ്യത്തെ സെഞ്ചുറി ഞാൻ നേടും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇറങ്ങിയൊരു ഫീലാണ്. നമ്മൾ പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറുടെ സിഡ്നി ഇന്നിങ്സിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് ഓഫ് സൈഡിൽ ഞാൻ ഡ്രൈവ് ചെയ്യേയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചുറപ്പിച്ച ഒരു സച്ചിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എന്നുള്ളത് ഒറ്റ ആത്മവിശ്വാസത്തോട് ഞാൻ ടീമിൻ്റെ പോസിറ്റീവ്, അതായത് ടീം എന്നിൽ അത്രയും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്, ഞാൻ ടീമിന് വേണ്ടി കളിക്കണമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം കൃത്യമായിട്ട് കണ്ട ഒരു മത്സരമായിരുന്നു. സഞ്ജുവിൻ്റെ ആ ഒരു സെലിബ്രേഷൻ പോലും സ്റ്റീഫൻ ഫ്ലമിങ്ങിനുള്ള ഇതാണ്. ഫ്ലമിങ്ങിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്ലമിങ് ഇത്രയും ഈ ഒരു ഘട്ടത്തിൽ 3 മത്സരങ്ങൾ തോറ്റിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിൽക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതുമാത്രം അത്രയും ലെജൻഡറി ടീം. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിൻ്റെ ഈ ഫോം എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം, ഒരു ചെന്നൈ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിലേക്കുള്ള തിരിച്ചുവരവാണ്. ഇനിയിപ്പം ഈ മത്സരത്തിൽ പോലും ധോണി ഇറങ്ങിയിട്ടില്ല. അല്ല, അതൊരു വലിയ ഘടകമാണ്. ഇത് ധോണി ഇല്ലാത്തൊരു ടീമാണ് കളിക്കുന്നത്. ചെന്നൈ 9-ാമനായും 10-ാമനായിട്ട് ഇറങ്ങുന്ന ധോണി എന്തിനാ നിങ്ങൾക്ക്? അല്ല, അതിലൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം ചെന്നൈൻ്റെ ഒരു ടീം കോമ്പിനേഷൻ മുഴുവൻ പൊളിച്ചെഴുതിയിട്ടുള്ള ഒരു സീസണാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഈ ചെന്നൈയുടെ ഇതുവരെയുള്ള കളി പരിശോധിച്ച് കഴിഞ്ഞാൽ രവീന്ദ്ര ജഡേജനെ പോലെ ഒരു പ്ലെയറുടെ അഭാവം വളരെ കൃത്യമായി നിഴലിച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് 30, ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു 20 റൺ അയാൾ സേവ് ചെയ്യും. അത്യാവശ്യം ബോൾ ചെയ്യേണ്ട സമയത്ത് ഒരു 3 വിക്കറ്റ് എടുക്കാനുള്ള ശേഷിയുള്ള അത്തരത്തിൽ വളരെ ഒരു കീ പ്ലെയർ ആയിരുന്നു രവീന്ദ്ര ജഡേജ. അപ്പം ജഡേജയുടെ ഒരു അഭാവം ടീമിലുണ്ട് നിലവിൽ. അപ്പോൾ അല്ല